ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ്. വെള്ളരിക്ക വെച്ചിട്ടുള്ള മോരുകറി. വെള്ളരിക്ക കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വേവിക്കുക. അത് വേവിച്ച് കഴിയുമ്പോൾ അതിലേക്ക് വേണ്ട അരപ്പിന് തേങ്ങ, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ജീരകം. അത് കുറച്ച് വെള്ളം ഒഴിക്കാതെ തൈര് കൂട്ടി അരയ്ക്കാം. അപ്പം വെള്ളത്തിൻ്റെ ഇത് കുറവ് വരും, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ മോരുകറി വെള്ളരിക്ക വെച്ചിട്ട് ഉണ്ടാക്കാം, പിന്നെ പച്ചക്കായ വെച്ചിട്ടുണ്ടാക്കാം, ഇളവൻ വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മൾ ചേമ്പ് വെച്ചിട്ടുണ്ടാക്കാം, പപ്പായ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പച്ചപ്പപ്പായ വെച്ചിട്ടും മോരുകറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു മോരുകറി കേട്ടോ. അപ്പം വേവിച്ച് വെച്ചിട്ട് ബാക്കി ചെയ്യാം. വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. നന്നായിട്ട് അരച്ച തേങ്ങയും തൈരും പിന്നെ ചേർക്കുകയാണ് കേട്ടോ അതിലേക്ക്. നന്നായിട്ടത് മിക്സ് ചെയ്യുക കേട്ടോ. എന്നാലാണ് ആ വെള്ളരിക്കയിലേക്ക് അതിൻ്റെ തൈരിൻ്റെ പുളിയും ഒക്കെ പിടിക്കുകയുള്ളൂ. അങ്ങനെ മോരുകറി തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം. കടുകും കരിവേപ്പിലയാണ് ഉള്ളത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് അതിൽ കരിവേപ്പില ഇട്ട് നമ്മൾ മോരുകറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. ചുവന്ന മുളകില്ല കേട്ടോ. എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല, പിന്നെ സൗണ്ട് അത്ര ശരിയല്ല കേട്ടോ. ഇതൊരു ഒച്ചടങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് അയക്കണത്. അപ്പോൾ എല്ലാവരും ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് റെഡി ആവില്ല. എന്നാലും നമ്മൾ പരിശ്രമിക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഓൾറെഡി ഞാൻ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.